അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഗാർഡനിൽ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും പാകിയതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒത്തിരി നാളായില്ല, 2 ആഴ്ച ആയെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ പട്ടിയും പൂച്ചയും കുറുക്കനും ഒക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നടക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നെറ്റ് ഇട്ടേക്കുന്നത്. നെറ്റല്ല, ഇങ്ങനെയൊരു കവർ ചെയ്തേക്കുന്നത്. നമ്മുടെ ഗാർഡനിൽ നമ്മൾ എന്താ പറയുക, ആർച്ചൊക്കെ ഉണ്ടാക്കിയമ്പം നമ്മൾ ചെടി പടത്തി വിടുന്ന സാധനമാണ് കേട്ടോ. അപ്പം ഇത് പല ടൈപ്പ് ഓഫ് ബീട്രൂട്ടാണ്, പല കളറിലുള്ള ബീട്രൂട്ടാണ് എല്ലാം മുളച്ച് വന്നേക്കുന്നത്. നമ്മൾ ചുമ്മാ അരി അങ്ങ് വെതറുമായിരുന്നു, രാജേഷ് വെതറുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ സാധാരണ ഇത് നമ്മുടെ എന്താ പറയുക, കുഞ്ഞു പോട്ടിൽ വിത്ത് പാകി പിന്നെ പറിച്ച് നടുവൊക്കെയായിരുന്നു. അപ്പോഴത്തേനും ചില സമയത്ത് ചിലതൊന്നും കറക്റ്റായിട്ട് കിളുത്തൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് ആ ടൈം പീരീഡ് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും നടാൻ പറ്റിയ കറക്റ്റ് ടൈം ആയിരുന്നുകൊണ്ട് നമ്മൾ നേരെ അതായത് ഡയറക്റ്റ് സോയിലേക്കാണ് പാകിയത്. പക്ഷെ നിങ്ങൾ നേരത്തെ പാകി ഗ്രീൻ ഹൗസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചൂടുള്ള വീടിൻ്റെ അകത്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇത് പാകി നമുക്ക് പറിച്ച് നടാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് പാകിയതുകൊണ്ട് ഇത്രയാണ് ഇത് വലുതായേക്കുന്നത്. അതിൻ്റെ ഇടയിൽ പൊറ്ററ്റോ വളർന്നിട്ടുണ്ടേ, കുറേ എണ്ണങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇനി ഒന്നുകിൽ ഇതെല്ലാം ഒന്ന് പറിച്ച് മാറ്റി വെക്കണം. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. ഇത് മൊത്തം നമ്മുടെ എന്താ പറയുക, ബീട്രൂട്ടാണ് ക്യാരറ്റാണ്. അപ്പം ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നട്ട നമ്മുടെ എന്താ പറയുക, പീസാണ്. അതെ, എൻ്റെ സ്റ്റിക്കർ ഇവിടെ ഇരിപ്പുണ്ട്. പീസ് 25-3 ഞാൻ പാകിയതാണ്. അതാണ് കേട്ടോ. അത് ഇവിടെ തന്നെ കുത്തി വെച്ചില്ലെങ്കിൽ അത് പോവും. ഓക്കെ, അപ്പം അത് പീസിനെല്ലാം വള്ളികളെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ഇത് ബ്രോഡ് ബീൻസാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ബ്രോഡ് ബീൻസിൻ്റെ. അതാണ് ഇത്. ഓക്കെ, ബ്രോഡ് ബീൻസ്. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മളിവിടെ പറിച്ച് നട്ട നമ്മുടെ റാഡിഷ് എല്ലാം നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് ഇവിടെ. ഞാനിതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കണം എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ എല്ലാം ഇത് കണ്ടോ, റാഡിഷാണേ. റാഡിഷ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. എന്നാൽ ഈ ഇതെല്ലാം കയറി നശിപ്പിക്കും, അതാണ്. പിന്നെ ഇത് നമ്മളെ സലാഡ് റിബൺസ്, പല സാലഡിൻ്റെ ലീവ്സ് ഇവിടെ പറിച്ചു കേട്ടോ. സാലഡിൻ്റെ ലീവ്സ് അല്ല, സാലഡിൻ്റെ സീഡ്സ് ഇവിടെ പറിച്ചു കേട്ടോ. ഓർക്കുന്നുണ്ടോ? ആണ് കേട്ടോ. ഇതെല്ലാം കുഞ്ഞിതായതുകൊണ്ടേ ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ പോകും. അതാണ് ഞങ്ങൾ ഇതുപോലെ തന്നെ വെച്ചേക്കുമായിരുന്നു. ഈ പച്ച ഇത് ഞാൻ ടെമുന്ന് കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ 30 വർഷം ഇത് മേടിച്ചതാണ്. കാരണം അല്ലെങ്കിൽ ഇതൊരു ഗ്രീൻ ഹൗസ് പോലെ ആക്ട് ചെയ്യും. ഇത് കണ്ട. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്വീറ്റ് കോണൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ചൂട് കിട്ടും. ഇപ്പോൾ ചൂടൊക്കെ ആയതേ ഇതിപ്പോൾ ഇനി പറിച്ചെടുക്കണം എന്ന് തോന്നും. കാരണം ഇത് ഓൾറെഡി ഇതിൻ്റെ ഒപ്പം ഇവിടം വരെ ആയി. കണ്ടോ, നിങ്ങൾക്ക് കാണാമോ, ഇതിൻ്റെ ഒപ്പം വരെ ആയി. അപ്പോൾ ഇത് മിക്കവാറും ഇനി ഇത് പറിച്ചെടുക്കണം. കണ്ടോ, അവിടെ വരെ പൊക്കമായി നിങ്ങൾക്ക് കാണും. ഞാനിത് വലിച്ചെടുത്താലേ പിന്നെ ഇത് തിരിച്ചു വെക്കാൻ ഭയങ്കര പാടായിരിക്കും. അതാണേ. കണ്ടോ, അത് നന്നായിട്ട് മണ്ണിൽ ഇതാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ എന്നാ പറയുന്നത്, കുറച്ചും കൂടി വലുതായിട്ട് ഇത് മാറ്റാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതിങ്ങളെല്ലാം ആക്രമിക്കും. പിന്നെ ഇത് നമ്മുടെ നെല്ലിയിലെല്ലാം നിറച്ച് നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നെല്ലിയിലെല്ലാം നെല്ലിക്ക ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. കാരണം നമ്മളുണ്ടല്ലോ, ഇപ്പോൾ ചെടികളുടെ ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗനിച്ചില്ലെങ്കിൽ ഇവർ പിന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇതിനെ എന്താ പറയുക, ഒത്തിരി ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കഴിച്ചു, പിന്നെ കുറച്ചൊന്നും കഴിച്ചില്ല. അപ്പോഴത്തേനും അത് കുറേ നിന്ന് പോയി. അപ്പോഴത്തേനും അവർ കഴിഞ്ഞ പ്രാവശ്യം അധികം ഉണ്ടായില്ല. അങ്ങനെ അപ്പോൾ ഈ പ്രാവശ്യം അത് കാരണം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ക്ഷമയൊക്കെ പറയും. അങ്ങനെയാണ് ഞങ്ങൾ ചെടികളുമായിട്ട് ഇങ്ങനെയൊക്കെ കേട്ടോ. അതെ, അവരത് കാരണം ഇഷ്ടമായി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടേ. ഇവിടെ നമ്മൾ കുറച്ച് പൊറ്ററ്റോസൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക, ടൊമാറ്റോ ഒക്കെ ഇവിടെയാണ് കുഴിച്ച് വെച്ചേക്കുന്നത്.
എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങളെ അപ്ഡേറ്റ്സ് ഒന്നും കാണിക്കണമെന്നേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ പയർ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇവിടെ പയറൊക്കെ കുഴിച്ച് വെച്ചേ, ആ പയറാട്ടോ, ആ പയറുകളാണ്. അത് ഞാനോട് ചെയ്തത് നമ്മുടെ പംകിനും കാര്യങ്ങളും വെണ്ടയും ഇതെല്ലാം ഞങ്ങളിങ്ങനെ ഇതിപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു, കാരണം ഇതിന് തണുപ്പ് പിടിക്കുമോ നമുക്കൊരു സംശയമുണ്ട്, അത് കാരണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെല്ലാം പൊക്കി കഴിയുമ്പോഴേ ഇതും നമ്മുടെ എന്താ പറയുക, എന്ത് പേരായത്, ഇത് ക്ലൈംബിംഗ് ബീൻസും അങ്ങനെയുള്ള സാധനങ്ങളും വള്ളിപ്പയറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. ഓക്കെ, ചിലതിനൊക്കെ വള്ളികളും പൂക്കളും ഒക്കെ വരാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നട്ടിട്ടുണ്ട് കുറച്ച്, ഇവിടെയുണ്ട്, കണ്ടോ, അവിടെയുണ്ട്. ഓക്കെ, ഞാൻ ഗ്രീൻ ഹൗസിലെ കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഗ്രീൻ ഹൗസിലെ കാഴ്ചകൾ. അപ്പം ഗ്രീൻ ഹൗസിൽ ഇത് മാത്രം രാജേഷിൻ്റെയാണ്. രാജേഷ് നട്ട എന്താണ് അതിൻ്റെ ഇലയെല്ലാം സ്നേഹിൽ കടിച്ചു വന്നു, ഈവൻ ദോ ഗ്രീൻ ഹൗസിലായിട്ട്. അപ്പം ഇത് ടൊമാറ്റോയാണ്, ഞങ്ങളത് പുറത്ത് പാകിയതാണ്. ഇത് നമ്മുടെ എന്താ പറയുക, 4 മണിയാണ്. 4 മണി ഞാൻ സീഡ്സ് വെച്ച് പാകിയതാണ്, കഴിഞ്ഞ വർഷത്തെ സീഡ്സാണ് കേട്ടോ, സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ടൊമാറ്റോയുടെ നമ്മൾ ഇവിടെ കടയിൽ നിന്ന് മേടിച്ച് ടൊമാറ്റോ ഞാൻ എടുത്ത് പാകിയതാണ്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ സാലഡ് ടൊമാറ്റോ കേട്ടോ, സാലഡ് ടൊമാറ്റോ ഞാൻ പാകിയത് 12th 4-നാണ് കേട്ടോ, 12th 4-ന്. അപ്പോൾ അതായത് ഈ മാസം കഴിഞ്ഞ മാസം ഏപ്രിൽ 12-ാം തീയതി പാകിയതാണ്. ഇതെൻ്റെ വഴുതനങ്ങ, നിങ്ങൾക്ക് കാണാമോ? ഈ വഴുതനയിലെല്ലാം നമ്മുടെ എന്താ പറയുക, ചീരയാണ് കിളുത്ത് വന്നേക്കുന്നത്. ഇവിടെ കാണുന്നത് മൊത്തം ഈ ചീരയാണ് കേട്ടോ. അതെന്നാന്നറിയാമോ, നമ്മുടെ ഹോം മെയ്ഡ് കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് പറമ്പിലത്തെ മണ്ണ് എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ചീര ആയി കഴിഞ്ഞ് അതിൻ്റെ ആ തണ്ടും ഉണങ്ങിയ ഭാഗങ്ങളും എല്ലാം കൂടെ കൂടി നമ്മളുടെ കമ്പോസ്റ്റ് ബിന്നിൽ ഇടുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന സീഡ്സ് നമ്മളിങ്ങനെ എടുത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അകത്തുനിന്ന് കിളുത്തേക്കുന്നതാണ്. അപ്പം ചീരയുടെ ഇത് ഇച്ചിരി ഹെൽത്തി ആകുമെന്ന് കുറച്ച് കളന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചീരയുടെ എന്താ പറയുക തൈ വേണമെങ്കിൽ ഇവിടെ ഫ്രീ ടു ടേക്ക് ഇറ്റ് അവേ. ഓക്കെ, ബട്ട് ഞാൻ തരുമ്പോൾ എനിക്ക് ആകെ ഒരു ഇതേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും നമ്മളൊരു വിത്തോ തയ്യോ ഒരു ചെടിയോ ഒക്കെ തന്നിട്ടത് പ്രോപ്പറായിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് സാലഡ് ടൊമാറ്റോ ഞാൻ കടയിൽ നിന്ന് മേടിച്ച് ഒരു ടൊമാറ്റോയിൽ നിന്നുള്ള സീഡ്സ് എടുത്തിട്ട് പാകിയതാണ് കേട്ടോ, കുറച്ച് പാകിയുള്ളൂ. ഇത് വഴുതനങ്ങയാണ്. ഇതൊക്കെ വഴുതനങ്ങ ഞാൻ പാകി വെച്ചിരുന്നത് ഞങ്ങൾ ചെടിച്ചട്ടിലേക്ക് മാറ്റി വെച്ചത്, കാരണം നമ്മുടെ ലാസ്റ്റ് ഫ്രോസ്റ്റ് എന്താ പറയുക 24-നായിരുന്നല്ലോ, 24 or 25 ഏപ്രിൽ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ആ കുഞ്ഞ് ഇതിലായിരുന്നുകൊണ്ട് എൻ്റെ മുട്ടയുടെ ബോക്സിലായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് വളരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളരി കേട്ടോ, ഇത് വെള്ളരിയാണ്. അതൊക്കെ വഴുതനങ്ങയാണ്. അതാണ് കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ എന്തായിരുന്നു, നമ്മുടെ പാവയ്ക്ക പാകി വെച്ചേക്കുന്നതാണേ. പാവയ്ക്കല്ലല്ലോ, ഇതെന്തുമായിരുന്നു, വെണ്ട കേട്ടോ, ഇതൊക്കെ വെണ്ടയാണ്. ഞാൻ അതിൻ്റെയൊക്കെ ലേബലൊക്കെ വെച്ചായിരുന്നു. രാജേഷ് അത് എവിടെ കൊണ്ട് വെച്ചു എന്ന് അറിയില്ല. ഇപ്പം ലേബലൊക്കെ എവിടെയോ പോയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ലേബൽ. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പാകിയതാണ് ചീര. അതാണെങ്കിൽ ഈ വർഷം കറക്റ്റ് സമയം അപ്പോൾ അത് പൊങ്ങി വന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെള്ളരിയാണെങ്കിൽ ഞാൻ നട്ട് വെച്ചില്ലേ, അതാട്ടോ. പിന്നെ നമ്മുടെ പച്ചച്ചീരയാണ്. ഇതൊക്കെ പറമ്പിലേക്ക് നമുക്ക് പറിച്ച് നടണം. അത് കുറച്ചും കൂടെ വലുതാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുക. എൻ്റെ അച്ഛൻ തന്ന മുളകാണ്. അപ്പം ഞാനതിവിടെ പാകി ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ എന്താ പറയുക, അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബേസിലാട്ടോ ആ കാണുന്നത്, ബേസിൽ അതൊക്കെ ഇനി പറിച്ച് നടണം. പിന്നെ ആ മൂലെ കാണുന്നത് ഒരു ചെടിയാണ്. പിന്നെ എന്താ പറയുക, അത് നമ്മുടെ ടൊമാറ്റോ, അതായത് ഞാൻ അവിടെ ചെന്ന് കാണിക്കാം, കാരണം ഇങ്ങോട്ട് കയറാൻ ഇടയില്ല, അതാണ് ഒരു പ്രശ്നം. ഞാനിപ്പം വെള്ളമൊക്കെ ഒഴിച്ചതേ ഉള്ളൂ ഒരു വിധത്തിൽ. അപ്പോൾ ഇതെന്നാന്ന് പറഞ്ഞാൽ ഇത് ടൊമാറ്റോയാണ്. ഞാനത് അതും കടയിൽ നിന്ന് മേടിച്ച ടൊമാറ്റോയുടെ ഞാൻ വിത്തെടുത്ത് പാകിയത് കേട്ടോ. ഇത് ബീഫ് ടൊമാറ്റോയാണ്. ഇതും 12/4 ഞാൻ പാകിയതാണേ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1st May കേട്ടോ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ബീഫ് ടൊമാറ്റോ ആണോ, അല്ല ബ്രിഞ്ചാളാണ്, വഴുതനങ്ങയാണേ.
പിന്നെ അവിടെ വേറെ കുറച്ച് വെണ്ട പാകി വെച്ചിട്ടുണ്ട്. ഇവിടെ അകത്ത് കിളുത്തിട്ടില്ല. ഇത് മൊത്തം ഞാൻ മല്ലി പാകി വെച്ചേക്കുന്ന കേട്ടോ. വെള്ളം ഒഴിച്ചുകൊണ്ട് അത് അങ്ങനെ ഒരു സൈഡിലേക്ക് ഇരിക്കുന്നത്. അപ്പം ഇത് പെട്ടെന്നുണ്ടാകുന്ന കേട്ടോ. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചതാണേ. അപ്പം ഇത് ഇതും 12-ാം തീയതി കേട്ടോ പാകിയത്. അപ്പം അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ കുറച്ച് ചെടിയുണ്ട്. ഇത് നമ്മുടെ പാവല്. ഓക്കെ, പിന്നെ എന്നാ പറയുന്നത്, വെണ്ടയുടെ ഭാഗങ്ങൾ കണ്ടില്ല. അവിടെ ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പാകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലേബൽ എന്ത് ചെയ്യാന്ന് അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാനിവിടെ 2 മുളക്കമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ എന്താ പറയുക, കോവൽ ഇത് കയറിപ്പോൾ. കാരണം ഞാൻ നോക്കിയപ്പോൾ കോവലിൽ എൻ്റെ തുളസിയില്ല എൻ്റെ കരിയാപ്പിലയിൽ കയറുമായിരുന്നു. അപ്പം ഞാൻ അതിന് 2 കമ്പ് അവിടെ നാട്ടി. ഇനി എനിക്ക് ഇവിടെയും 2 കമ്പ് നാട്ടണം. ഇപ്പം അന്ന് ഇതിൽ വള്ളി വന്നില്ലായിരുന്നു മിനിഞ്ഞാന്നേ. അപ്പം ഇന്നിപ്പം നോക്കിയപ്പോൾ വള്ളി വന്നു. അപ്പം ഇത് ഈ കോവിലിൻ്റെ തണ്ടേ തന്നെ കയറും. അപ്പം ഞാൻ ഇവിടെ അങ്ങോട്ട് 2 വള്ളി ഒന്ന് കുത്തി വെക്കട്ടെ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ കോർജറ്റ്. ഇവിടെ ഞാൻ ഗ്രീൻ ഹൗസിൻ്റെ പുറകിൽ നട്ടതാണ്. അത് ഞാൻ അപ്പടെ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് കാണിക്കുവാണേ. ഇത് കോർജറ്റാണ്. അത് ഇന്ന് ആണെങ്കിൽ സ്നെയിൽസ് കടിച്ചുകൊണ്ടേ അതിന് മൂടി വെച്ചേക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഗാർഡനിൽ തന്നെ നിൽക്കുവാണ്. ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ എന്നാലും എനിക്കിൻ്റെ പച്ചക്കറികൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണമാണ്. അപ്പം നമ്മുടെ ഗാർഡന് വീണ്ടും അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. എൻജോയ് ചെയ്യുക ഗാർഡനിങ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നിങ്ങളിങ്ങനെ എന്തായെന്ന് അറിയാനായിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളും എൻ്റെ ഒപ്പം ഗാർഡനിങ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹാപ്പി ഗാർഡനിങ്.